തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിച്ച് ജയിക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ എണ്ണം കൂട്ടണം. മനസ്സിലായില്ലേ? ഇത് തോൽക്കുന്ന സീറ്റുകൾ എന്നാ പറഞ്ഞു. അപ്പൊ ലീഡർഷിപ്പിന്റെ തീരുമാനമാണ് ആ കാര്യം. ഞാൻ ഇപ്പൊ അതിനെക്കുറിച്ച് ആരും പേരും പറയുന്നില്ല. അതുകൊണ്ട് എനിക്കിനി 3 വർഷങ്ങൾ ഞാൻ കംഫർട്ടാണ്. മനസ്സിലായിക്കൊള്ളാം. എനിക്കതിന് 3 വർഷം കൂടിയുണ്ട്. മനസ്സിലായിക്കൊള്ളാം. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒരു സീറ്റിന് വേണ്ടി ഒരിക്കലും ചോദിച്ചിട്ടില്ല. പറയണ്ട, ഞാൻ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനോട് പറയേണ്ടത്. മനസ്സിലാക്കിക്കോളൂ. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് എന്താ, വിന്നബിലിറ്റി ഉള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം. ഗവൺമെൻറ് തിരിച്ചു വരണം. UDF ഗവൺമെൻറ് ഉണ്ടാകണം. അതിന് വിന്നബിലിറ്റി പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം. മറ്റു പരിഗണന പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആരോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവരുണ്ട്, തോൽക്കുന്ന സീറ്റ് എടുത്ത് ജയിക്കാൻ കഴിയുമോ അത് ആലോചിക്കണം. ആ തോക്കുന്ന സീറ്റിൽ ഒരെണ്ണത്തിൽ മത്സരിക്കണമെന്നുള്ള ചോദ്യം ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ഒന്ന് ജയിച്ചാൽ അത്ര കൂടി. മനസ്സിലാക്കിക്കൊള്ളാം. ഒരെണ്ണം UDFന് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ പറയാം, എന്നെ ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാവുന്ന വ്യക്തിപരമായി എനിക്ക് 3 വർഷം കൂടിയുണ്ട്. ഞാൻ കംഫർട്ടാണ്. ഞാൻ ഇതിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് UDFനെ തിരിച്ചു കൊണ്ടുവരിക അധികാരത്തിൽ. അതിന് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകൾ ജയിപ്പിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പൊ സുധാകരന്റെ സാഹചര്യം എന്താ? സുധാകരനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. എന്താണ് സുധാകരൻ എന്താണ് പറഞ്ഞത്? താങ്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നോ ആരെങ്കിലും മത്സരിക്കണമെന്ന്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തോൽക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായി കോൺഗ്രസ് MLA മാറുന്നത്. UDF ഒരു MLA ഉൾപ്പെടെ ഒരു MLA RMB ആണ്. അപ്പോൾ സ്വാഭാവികമായും മലബാറിൽ UDFന് കൂടുതൽ സീറ്റുകൾ കിട്ടാവുന്ന ഒരു ജില്ല കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് തോൽക്കുന്ന സീറ്റുകൾ ജയിച്ചെടുക്കണം. അപ്പോൾ അത്തരം ഒരു ഘട്ടം വന്നാൽ നിൽക്കേണ്ടി വരും എന്നാണ് എനിക്ക്. ഒരു സിമ്പിൾ ചോദ്യം. MP മാർ മത്സരിക്കണോ വേണ്ടയോ? MP മാർ മത്സരിക്കേണ്ട സാഹചര്യം അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട വിഷയമാണ്. സുധാകരൻ മത്സരിക്കണമെന്ന് വലിയ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അടൂർ പ്രകാശും സമാന നിലപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ കോൺഗ്രസ് UDF തിരിച്ചു വരാൻ ഏതൊക്കെയാണ് വളരെ ഗുണപരമായി മാറുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്കായിരിക്കണം തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അല്ല രാഘവട്ട, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തിന് കാത്തൂടെ? ഇങ്ങനെ വലിയ പ്രതിഷേധം ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. മനസ്സിലായിക്കോളൂ. തന്നെ വാഗ്ദാനമാണല്ലോ, ആദ്യം അങ്ങേക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വാഗ്ദാനമാണ്, ഇപ്പോൾ അതില്ല എന്ന് പറയുന്നു. അതിൽ താങ്കൾ ഇല്ല, എനിക്കതിന് യാതൊരു പ്രശ്നമില്ല. എന്താണെന്നറിയൂ, ഞാൻ പാർട്ടിക്കാരനാണ്. എൻ്റെ ലക്ഷ്യം UDFനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കോഴിക്കോട്ടെ 13 സീറ്റിൽ ജയിപ്പിക്കാൻ ലക്ഷ്യം. അതിനാണ് ഞാൻ ശ്രമിക്കാൻ വേണ്ടി പോകുന്ന ഒന്ന്. മറ്റൊന്നും വിഷയമല്ല. സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. സുധാകരൻ പാർട്ടിക്ക് വഴങ്ങുമോ അതോ സുധാകരൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുമോ? പാർട്ടിയാണല്ലോ വലുത്. അപ്പോൾ പാർട്ടിയാണല്ലോ വലുത്, വ്യക്തിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്താ? അദ്ദേഹം ഇപ്പോഴും മത്സരിക്കണമെന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, പാർട്ടി ഞാൻ പറഞ്ഞുതരാം, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എല്ലാ തീരുമാനം എടുക്കേണ്ടത്. മനസ്സിലാക്കിക്കോളും. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തു പറയുന്നു എല്ലാവർക്കും ബാധകമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിലെല്ലാം വന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും ബാധകമാണ്. രണ്ട് കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടത്. സുധാകരനും അടൂർ പ്രകാശും ഒരു ശകലം പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. രാഘവേട്ടൻ പറയുന്ന ഈ പോയിന്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാ MP മാരും എല്ലാ നേതാക്കളും, സംസ്ഥാന നേതാക്കളും പറയുന്നുണ്ട് ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള. ഹൈക്കമാൻഡിന്റെ തീരുമാനം MP മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നീട് എന്തിനാണ് ഈ തർക്കം? അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത്, സുധാകരൻ ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടി പുറത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ അതോ പാർട്ടിയെ വെല്ലുവിളിക്കാൻ അദ്ദേഹം സജ്ജനാണ്? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരം കാര്യങ്ങൾ യുക്തിപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും. അത് ഏത് വിഷയമാണെങ്കിലും പരിഹരിക്കും എന്നാണ് എനിക്ക്. അദ്ദേഹത്തിന് കണ്ണൂരിൽ മത്സരിക്കാൻ ഒരു അനുവാദം കൊടുക്കുമെന്നുള്ളതാണോ പ്രതീക്ഷ? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത്. 2 MP മാർ കിളവുണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എനിക്കെങ്ങനെ പറയാൻ സാധിക്കും? കണ്ടതാണല്ലോ അദ്ദേഹത്തിന്റെ നിലപാടെന്താ? അദ്ദേഹം അയയുമോ? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണ്.
മനസ്സിലായില്ലേ? രാഘവട്ട ഒരു കാര്യം രാഘവട്ട ഒരു ചോദ്യം രാഘവട്ട. ഈ KC വേണുഗോപാൽ രാജ്യസഭ വെച്ച് ലോക്സഭയിൽ എണ്ണം കൂട്ടാൻ വേണ്ടി കേരളത്തിലേക്ക് മത്സരിക്കാൻ പോയി. സ്വാഭാവികമായിട്ടും നിയമസഭയിലേക്ക് MP മാർ മത്സരിക്കുന്നതിൽ എന്താ തെറ്റ്? അതിനെക്കുറിച്ച് അങ്ങനെ KC വേണുഗോപാൽ രാജ്യസഭ രാജിവെച്ചിട്ടാണ് ലോക്സഭയിൽ എണ്ണം കൂട്ടാൻ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം തീരുമാനം ആശ്രയിക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് വെച്ചുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായി എല്ലാ തീരുമാനം എടുക്കുന്നത്. ഇത്രയും കുളം കലക്കിയിട്ട് ഹൈക്കമാൻഡാണ് തീരുമാനം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, അങ്ങനെ ഒരു വിഷയമില്ലല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത് തീരുമാനം വന്നില്ലല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ അവസാനം തീരുമാനം. ഞാൻ എൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞു. ഞാനിതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൻ്റെ അകത്ത് സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ എന്നെ വിളിപ്പിച്ചപ്പോൾ, മിസ്ത്രിജി വിളിച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞൊരു വാക്ക്, വിന്നബിലിറ്റി ഉള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം, വേറെ ഒരു മാനദണ്ഡം നിങ്ങൾ വെക്കരുത്. ഒന്നുമില്ല അങ്ങനത്തെ ചർച്ചയിൽ ഞാൻ പോയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും ഒരാളും കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ രാഘവന് കടുത്ത അതൃപ്തി, കടുത്ത അമർഷം എന്നൊക്കെയാണ് റിപ്പോർട്ട്. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന സൃഷ്ടിയല്ലേ? അങ്ങിപ്പോ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു. ഒരു വാർത്താ സമ്മേളനം സുധാകരൻ നടത്തുമോ? വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യതയുണ്ടോ? അത് പിന്നെ അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അങ്ങനെ നടത്തരുത്, കടുത്ത തീരുമാനത്തിലേക്ക് പോകരുതെന്ന് താങ്കൾ പറഞ്ഞു. അല്ല, അത് അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ഏതായാലും കൂടിക്കാഴ്ചയിൽ അത്തരം വിഷയങ്ങൾ ചർച്ചയായോ? അല്ല, ഞാൻ പറഞ്ഞല്ലേ, എല്ലാ വിഷയവും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 4 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. ഞാൻ 538 വോട്ടിൽ നിന്ന് 838 വോട്ടിൽ നിന്ന് 1,46,000 വോട്ട് ഭൂരിപക്ഷം 4ാമത്തെ തവണ ഉണ്ടാക്കിയ ഒരാളാണ്. 4 തവണ ആ മണ്ഡലം നിലനിർത്തിയ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും എനിക്കിനി 3 വർഷം കൂടിയുണ്ട്. ഞാൻ വളരെ ഇപ്പോൾ ഈ BJP LDFും BJPയും പ്രചാരണം വളരെ ശക്തമായി തുടങ്ങിക്കഴിഞ്ഞു, വളരെ സജീവമായി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളിപ്പോഴും സ്ഥാനാർത്ഥികളുടെ പേരിൽ ഇങ്ങനെ തർക്കം അല്ലെങ്കിൽ തമ്മിലടിയിൽ നിൽക്കുകയാണ്. ഇത് പുറത്തുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് നേതൃത്വം ചിന്തിക്കുന്നുണ്ടോ? നേതാക്കൾ എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്, മനസ്സിലായിക്കൊള്ളാം. ഇത് ഒരു പുത്തൻ അനുഭവമല്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പലപ്പോഴും ഇങ്ങനെ ഉണ്ടായി. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു ലിസ്റ്റ് പോലും നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ ഞാൻ പറഞ്ഞത്, ഇത്തവണ ഏതായാലും UDF തിരിച്ചു വരാൻ സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. സുധാകരൻ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തേക്ക് പോകുമോ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പാർട്ടിക്ക് അതീതരല്ല, പാർട്ടിക്ക് വിധേയരാണ്, മനസ്സിലായിക്കൊള്ളും. അതുകൊണ്ട് സുധാകരനാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തു പറയുന്നു അതാണ് ഞങ്ങളുടെ അവസാനത്തെ വാക്ക്.